എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാജ്യത്ത് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്ത രണ്ട് മൂന്ന് വ്യക്തികളാണ് വിജയ് മല്യ, അതുപോലെ തന്നെ നീരവ് മോഡി തുടങ്ങിയ ബിസിനസ്സുകാരെ കുറിച്ച്. ഇവരെല്ലാം ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വൻതോതിലുള്ള കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ കൊള്ള കാണിച്ചിട്ട് വിദേശത്തേക്ക് മുങ്ങിയ ആൾക്കാരിൽ ചിലരാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഇക്കണോമിക് ഒഫൻഡേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള 15 പേരിൽ ഉൾപ്പെടുന്നതാണ് വിജയ് മല്യയും ഈ പറഞ്ഞ നീരവ് മോഡിയൊക്കെ തന്നെ. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ സാമ്പത്തിക കുറ്റവാളികളുടെ കണക്കുകൾ പുറത്തുവിട്ടു എന്നുള്ളതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ കൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് വിജയ് മല്യ അതുപോലെ തന്നെ നീരവ് മോഡി ഇവരിൽ നിന്നും രാജ്യത്തെ ബാങ്കുകൾക്ക് ആകെ മൊത്തം ടോട്ടൽ കിട്ടാനുള്ളത് 58,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഈ സാമ്പത്തിക കുറ്റവാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കിൽ നിന്ന്, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുമൊക്കെ തന്നെ വൻതോതിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ടുപോയ ആൾക്കാരുടെ ലിസ്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 31 വരെയുള്ള കണക്കാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രി സഹമന്ത്രി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചത്. അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ വായ്പ എടുത്തിട്ട് വിദേശത്തേക്ക് രാജ്യം വിട്ടുപോയ സാമ്പത്തിക കുറ്റവാളികളായിട്ടുള്ള ഈ ബിസിനസ്സുകാർ പൊതുമേഖലാ ബാങ്കുകൾക്കും സ്വകാര്യ ബാങ്കുകൾക്കുമായിട്ട് തിരിച്ചടയ്ക്കാനുള്ള ഏകദേശം 58,000 കോടി രൂപയാണെന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം വിജയ് മല്യ എന്നാൽ ഇന്ത്യയിലെ മദ്യ വ്യവസായിയായിരുന്നു, മദ്യരാജാവായിരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണ വ്യാപാരിയായിരുന്നു നീരവ് മോദി. അപ്പോൾ ഇവരൊക്കെ തന്നെ സാമ്പത്തിക കുറ്റവാളികളുടെ ലിസ്റ്റിൽ കേന്ദ്രം പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ബാങ്കുകളെ കബളിപ്പിച്ചിട്ട് രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മുങ്ങിയിട്ട് അവിടെ പോയി സുഖവാസ ജീവിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സുഖവാസ ജീവിതം നയിക്കുന്ന ഈ പറഞ്ഞ വ്യവസായികളുടെ അല്ലെങ്കിൽ വ്യാപാരികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ 15 പേരുടെ ലിസ്റ്റാണ് പുറത്ത് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഉണ്ട്. 2025 ഒക്ടോബർ 31 വരെയുള്ള കണക്കാണ് ഈ കൺസോർഷ്യത്തിൽ നിന്നും, ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വലിയ തുക വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ മുങ്ങിയവരുടെ കണക്കുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രം 2018 നിയമം പാസ്സാക്കിയിരുന്നു, ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക കുറ്റവാളികളുടെ നിയമം. ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. മൊത്തം 58,082 കോടി രൂപയുടെ ബാധ്യതയിൽ 26,445 കോടി രൂപ കിട്ടാക്കടമായിട്ടുള്ളതും അതിനുശേഷമുള്ള പലിശ ഇനത്തിലുള്ള 31,437 കോടി രൂപയും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ 58,082 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പം ഇത് നിസ്സാര തുകയൊന്നുമില്ല. രാജ്യത്തിൻ്റെ സമ്പത്താണ് കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് കൊള്ളയടിച്ചിട്ട് രാജ്യം വിട്ടുപോയ ആൾക്കാരുടെ ലിസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരും വ്യവസായം നടത്തുന്ന വൻകിട വ്യവസായികളൊക്കെ തന്നെ രാജ്യത്തെ ബാങ്കുകളിലും, പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും ഒക്കെ തന്നെ വൻതോതിലുള്ള തിരിച്ചടവ് ഉണ്ട്. അതാണ് നമ്മൾ പൊതുവെ നിഷ്ക്രിയ ആസ്തി എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇംഗ്ലീഷിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ലോൺ എടുത്തിട്ട് നിശ്ചിത ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ബാങ്കുകൾ അതിനെ നിഷ്ക്രിയ ആസ്തി എന്നുള്ള ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതിൽ ഈ പറഞ്ഞ സാമ്പത്തിക കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ അവർ രാജ്യം വിട്ടില്ലായിരുന്നെങ്കിൽ ഇത് വലിയ വിഷയമൊന്നും ആകത്തില്ലായിരുന്നു. അവർ ഈ പറഞ്ഞ വായ്പ എടുത്തിട്ട് വൻതോതിൽ കോടിക്കണക്കിന് രൂപ എന്നുവെച്ചാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ഇവിടുന്ന് രാജ്യം വിട്ടു പോയി എന്നുള്ള ഒരു കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ്
ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് എന്നാൽ ഒളിച്ചോടിയ സാമ്പത്തിക കുറ്റവാളികൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം വ്യക്തിപരമായിട്ട് ഒരു നമ്മൾ മറ്റൊരാളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ കൊടുക്കാതെ കൊടുത്തുമില്ല, എന്നിട്ട് നമ്മൾ മുങ്ങി നടക്കുന്നുണ്ട്. അതിനാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഫുജിറ്റീവ് എന്ന് പറഞ്ഞത്. ഇപ്പം അവർ മുങ്ങി നടന്നു എന്ന് പറയുമ്പോൾ ഇവർ രാജ്യം വിട്ട് പോയി എന്നുള്ളതാണ്. ഇവരെ ആര് രാജ്യം വിടാൻ സഹായിച്ചു എന്നൊക്കെ ഉള്ളത് രാജ്യത്ത് പല ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അവർക്കെതിരെ ശക്തമായിട്ട് ഉള്ള നടപടിക്രമങ്ങൾ എടുക്കുമെന്ന് പറയുമ്പോഴും ഇവരെ ഈ പറഞ്ഞ രാജ്യത്തു നിന്ന്, ഇവരെ ഏത് രാജ്യത്താണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആ രാജ്യത്തു നിന്ന് ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ ഇതുവരെ സഹായിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കോടി രൂപ, 58,082 കോടി രൂപയുടെ ബാധ്യത ഇവർ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾക്കും സ്വകാര്യ ബാങ്കുകൾക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ അടയ്ക്കുവാനോ അവരിതുവരെ തീരുമാനമായിട്ടില്ല. ഈ ഫുജിറ്റീവ്സിനെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഒരു രീതിയിലും ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം രാജ്യത്തെ ബാങ്കിങ് സംവിധാനത്തിൽ നിന്ന്, ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഗവൺമെന്റ് ശക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചു പിടിക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അവശേഷിക്കുന്ന അവരുടെ ഏതെങ്കിലും അസറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിന് ഫോർഫിറ്റ് ചെയ്യാം, ഇല്ലേ, പിടിച്ചെടുത്ത് അങ്ങനെ മാത്രമേ അവർക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കുറ്റവാളികളുടെ സ്വത്തുക്കൾ, രാജ്യത്ത് അവശേഷിച്ചിട്ടുള്ള സ്വത്തുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങൾ ഗവൺമെന്റ് തുടരുന്നുണ്ട് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പം ഇതിലൂടെ ബാങ്കുകൾക്ക് നഷ്ടപ്പെട്ട തുകകൾ തിരികെ ലഭിക്കുമെന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെട്ട് വായ്പാ തട്ടിപ്പുകാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാമ്പത്തിക കുറ്റവാളികൾ ഏത് രാജ്യത്തേക്കാണോ പോയത് ആ രാജ്യത്തുമായിട്ട് നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ കൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉഭയകക്ഷി ബന്ധങ്ങളിൽ കൂടെ നമ്മൾ ആ രാജ്യത്തെ ഇതിൻ്റെ ഗൗരവം ധരിപ്പിച്ചിട്ട്, കാരണം അങ്ങനെ പെട്ടെന്ന് നമുക്ക് രാജ്യത്തു നിന്ന്, കാരണം ഇതുപോലുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഒട്ടുമിക്ക ഇതുപോലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന വൻ തോക്കുകളൊക്കെ തന്നെ ബ്രിട്ടൻ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്നതും ആ രാജ്യം ഇതുപോലുള്ള ആൾക്കാരെ വിട്ടുതരുവാൻ വിമുഖത കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവരിൽ നിന്നും വൻതോതിലുള്ള, ഓൾറെഡി അവർ ഇന്ത്യയിൽ ഉള്ള വ്യവസായികളിലെ ഏറെക്കുറെ എല്ലാവരും ഒക്കെ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന പണവും സമ്പത്തും ഈ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയൊക്കെ അധീനതയിലുള്ള ടാക്സ് ഹെവനിലൊക്കെ തന്നെയാണ് അവർ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു എന്താണ് ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ അവർ വിട്ടു നൽകുവാൻ വളരെ പ്രയാസകരമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അവരെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു, എന്നുവെച്ചാൽ ലീഗലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ആ രാജ്യത്തിൻ്റെ നിയമങ്ങളൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് സ്വാധീനിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉന്നതതലത്തിലുള്ള ചർച്ചകളിൽ കൂടി ഒന്നും തന്നെ അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ഇവരെ നമുക്ക് തീർച്ചയായിട്ടും രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇടപെട്ടാൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും നിയമം പറയുന്ന അല്ലെങ്കിൽ നിയമം എന്താണോ നിശ്ചയിക്കുന്ന ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ അവരുടെ രാജ്യത്ത് സ്വത്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ കണ്ടുകെട്ടി ബാങ്കുകൾക്ക് പിന്നെ അവരെത്രത്തോളം ബാധ്യതയാണ് ഉണ്ടാക്കി വെച്ച ആ ബാധ്യതകൾ തീർക്കുവാനും കഴിയും എന്ന വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ് കേന്ദ്ര ഗവൺമെൻറ് എന്നാണ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ അല്ലെങ്കിൽ ലോകസഭയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇതുവരെ 19,718 കോടി രൂപ ഈ പറഞ്ഞ സാമ്പത്തിക കുറ്റവാളികളിൽ നിന്നും കണ്ടുകെട്ടി ബാങ്കുകളിലേക്ക് അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് അല്ലെങ്കിൽ FEOA 2018 നിയമമാണത്. മോഡി സർക്കാർ വന്നതിന് ശേഷമുള്ള നിയമമാണിത്. അപ്പോൾ അതനുസരിച്ചിട്ട് രാജ്യത്ത് 15 പേരെ ഈ ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റവാളികളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ 9 പേരും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും വൻതോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ടാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ 15-ൽ 9 പേരും, അത് വിജയ് മല്യ ഇതുപോലുള്ള നീരവ് മോഡി, ഈ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ വ്യവസായികളും പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും വൻതോതിൽ വായ്പകൾ എടുക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയ ഉന്നത തലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇത്രയും
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികളുടെ വായ്പകൾ അവർ ലഭ്യമാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങോട്ട്. ഇപ്പം നമുക്കറിയാം, ഒരു സാധാരണ വ്യക്തി ബാങ്കിൽ പോയി ഒരു ലോണിന് വേണ്ടി നമ്മൾ എത്രത്തോളം കയറി ഇറങ്ങി നടന്നാലായിരിക്കും നമുക്ക് ഒരു ചെറിയ തുകയെങ്കിലും നമുക്ക് ലോണായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലുള്ള നമ്മളുടെ അദാനി മുതൽ അംബാനി മുതലുള്ള വ്യവസായികളും അല്ലെങ്കിൽ സമ്പന്നരും ഒക്കെ തന്നെ ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ അവരെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും തിരിച്ചടയ്ക്കാത്ത വായ്പകൾ ഇപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏത് സർക്കാരാണോ നിലവിലുള്ളത് അതിൻ്റെ ഉന്നത അധികാര തലത്തിൽ സ്വാധീനം ചെലുത്തി പൈസ കോടിക്കണക്കിന് കോഴകളും അല്ലെങ്കിൽ അതുപോലുള്ള ബ്രൈബും ഒക്കെ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പൊതുമേഖലാ ബാങ്കുകൾക്ക് ഈ 15-ൽ 9 പേരും വൻതോതിൽ ബാധ്യത ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കണ്ടുകെട്ടാൻ കഴിയുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ട് ബാങ്കിലേക്ക് ഈ തുക തിരിച്ചു നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഗവൺമെന്റ് എന്നാണ് ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോക്സഭയിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയ് മല്യയാണ് ഏറ്റവും കൂടുതൽ വലിയ ഒഫൻഡർ. 22,065 കോടി രൂപയുടെ, അതായത് മുതലും പലിശയും എല്ലാം കൂടെ കൂട്ടി 22,065 കോടി രൂപ ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ട്. വിജയ് മല്യയുടെ ആസ്തികൾ വിറ്റഴിച്ച് ഏകദേശം 14,000-ഓളം കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഇനിയും 14, 8 ഏകദേശം 7 ചില്ലുവാനോ അല്ലെങ്കിൽ 8,000 കോടി രൂപ ബാക്കി ഇപ്പോഴും ഉണ്ട്. കിങ്ഫിഷർ എയർലൈൻസിനായിട്ട് അന്ന് ബിസിനസ്സിൻ്റെ പേരിൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഏകദേശം 9,000 കോടി രൂപയിലധികം വായ്പ എടുത്ത് മുങ്ങിയ കേസിലെ പ്രതിയാണ് വിജയ് മല്യ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ 15 കുറ്റവാളികളും ഇതുപോലുള്ള കാര്യങ്ങൾ, സിമിലറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതായിട്ടുള്ള എമൗണ്ടുകൾ ഒക്കെ തന്നെ എടുത്തിട്ട് മുങ്ങി രാജ്യം വിട്ടുപോയി. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് വിജയ് മല്യ, നീരവ് മോഡി, പിന്നെ ഒരു ചോക്സി എന്തോ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ വലിയ ഒഫൻഡേഴ്സ് എന്ന ഒരു വിജയ് മല്യാണ് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ തിരിച്ചടയ്ക്കാനുള്ളത്. 22,065 കോടി രൂപയുടെ 14,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ കിങ്ഫിഷർ മുതലായിട്ടുള്ള കമ്പനികളുടെ ആസ്തികൾ വിറ്റിട്ട് ബാങ്കിലേക്ക് തിരിച്ചടച്ചു. ഇനി പൂർണ്ണമായിട്ട് ഈ പൈസ അവരിൽ നിന്നും കണ്ടുകെട്ടി ഈ പറഞ്ഞ ബാങ്കുകൾക്ക് കൊടുക്കാൻ സാധിച്ചാലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. കാരണം അവരെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും ഈ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അവരെ തിരിച്ച് രാജ്യത്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ. അല്ലെ അവരുടെ ആസ്തികൾ മൊത്തം കണ്ടുകെട്ടി അവരുടെ ബാധ്യതകൾ കൊടുത്തു തീർത്തു എന്നും പറഞ്ഞ് അവരെ ഫ്രീ ആയിട്ട് വിടുവാൻ അല്ലെങ്കിൽ വിടാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും നിയമത്തിൻ്റെ നിയമം എന്താണോ പറയുന്നത് ആ ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ കൂടെ അവർക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇത് നമ്മുടെ രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാമ്പത്തിക കുറ്റവാളികൾ ഒരു വശത്തുണ്ട്, മറുവശത്ത് സാമ്പത്തിക കുറ്റവാളികളായിട്ട് മുദ്ര കുത്താത്ത ഇപ്പോഴും ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന വൻകിട ബിസിനസ്സുകാരൊക്കെ തന്നെ വൻതോതിൽ ലക്ഷക്കണക്കിന് അല്ലെ 10,000-കണക്കിന് കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ എടുക്കുകയും അത് തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കുന്നുണ്ട്. അത് വിഷയമല്ലാത്തതുകൊണ്ട് അവരിപ്പം ഇന്ത്യയിലുണ്ട് എന്നുള്ള വ്യവസായം ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ള നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യയുടെ ബാങ്കിങ് സംവിധാനത്തിൽ എത്രത്തോളം നിഷ്ക്രിയ ആസ്തിയുണ്ട്. അത് ആരൊക്കെയാണ് ഈ പറഞ്ഞ വായ്പകൾ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ബിസിനസ് പിന്നെ എന്താണ് പറയുന്നത് ആരുടെയൊക്കെ ഇപ്പം അംബാനി, അദാനി, പിന്നെ എന്താണ് പറയുന്നത് ടാറ്റ, അങ്ങനെ നമ്മൾ പറയുന്ന വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുതൽ താഴോട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തിൽ ഇതുപോലുള്ള നിഷ്ക്രിയാസ്തി ഉണ്ടാകുവാൻ കാരണമായിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയൊരു ത്രട്ടാണ്, ഭീഷണിയാണ്. കാരണം ബാങ്കിങ് സിസ്റ്റത്തെ ആകെ
ആകെ മൊത്തം ടോട്ടലായിട്ട് നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ ഡീസ്റ്റബിലൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാങ്കിൽ നിന്നൊക്കെ ഇട്ടിട്ട് വൻതോതിലുള്ള തുക എടുത്തിട്ട് അവർ ബിസിനസ് ചെയ്യാതെ ഈ പണം മൊത്തം വിദേശത്തേക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ടാക്സ് ഹെവനിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം ഇത്രയും ലക്ഷം കോടിയുടെ ലോണുകൾ വായ്പകൾ എടുത്തിട്ട് ബിസിനസ്സൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ വൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതല്ല ഇവിടെ നടക്കുന്നത്. കാരണം അവർ ഈ പൈസ എല്ലാം ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ കൊള്ളയടിച്ച് ബിസിനസ് ചെയ്യാന്നുള്ള വ്യാജേന അവർ ലോണായിട്ട് എടുത്തിട്ട് ഈ പണം മൊത്തം ടാക്സ് ഫ്രീ അല്ലെങ്കിൽ ടാക്സ് ഹെവനിലേക്ക് അവർ കൊണ്ടുപോയി ഒളിപ്പിച്ച് പാർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ വീണ്ടും ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ചാനലിൽ കൂടെ റൂട്ടിൽ കൂടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഒന്നുകിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ രീതിയിലൊക്കെ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. റീറൂട്ട് ചെയ്യാൻ, റീട്രിപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കൊള്ള, ഇതിൻ്റെ പേരിൽ വലിയൊരു മാഫിയ രീതിയിലുള്ള വലിയൊരു കൊള്ള അല്ലെങ്കിൽ ലൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥ മൊത്തം താറുമാറായി കിടക്കുന്നത് അല്ലെങ്കിൽ താറുമാറായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതേതായാലും ഈ കുറെയെങ്കിലും ഇങ്ങനെയുള്ള ഈ എന്താണ് പറയുന്നത്, മോഷ്ടിച്ചുകൊണ്ട് പോയ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയ ഈ സമ്പത്തിൻ്റെ കുറെയെങ്കിലുമൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുകയും അങ്ങനെ ബാങ്കിൽ അത് തിരിച്ച് അടയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ അത്ര ഒരു എന്താണ് പറയുന്നത് റിലീഫാണ്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് കുറേ കൂടെ പ്രൊവാക്റ്റീവായിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരും ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ആൾക്കാരുടെ മേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി അവരെ കൊണ്ട് ബാങ്കിൽ നിന്നെടുത്ത ലോണുകൾ തിരിച്ചടപ്പിച്ച് ബാങ്കിങ് സിസ്റ്റത്തെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതൊരു, കാരണം ഏത് സമ്പദ് വ്യവസ്ഥയുടെയും എന്താണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണല്ലോ ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ്. കാരണം ആ മേഖലയിൽ ഉണ്ടാകുന്ന ഡീസ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ബലഹീനത, ബലക്കുറവ് തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയെ ആകമാനം ബാധിക്കും എന്നുള്ളത് കൊണ്ട് ബാങ്കിങ്, ഇൻഷുറൻസ്, ഫൈനാൻസ് സെക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ ഹെൽത്തി ആക്കുക എന്നുള്ളത് ഏത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനെ ഹെൽത്തി ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നിഷ്ക്രിയ ആസ്തി, ബാങ്കിനുണ്ടായിട്ടുള്ള നിഷ്ക്രിയ ആസ്തി ഇതുപോലെ വായ്പകൾ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരിൽ നിന്നും ഈ വായ്പകൾ തിരിച്ചു പിടിച്ച് ബാങ്കിന് കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ലോണുകൾ ഇഷ്യൂ ചെയ്യുകയും അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള എൻ്റർപ്രണേഴ്സിന് ലോൺ കൊടുത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. നീരവ് മോഡിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള മെഹുൽ ചോസ്കിയോടൊപ്പം നിന്നിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടിയിൽ പരം വരുന്ന തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് നീരവ് മോദിക്കെതിരെയുള്ള കേസും അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. നീരവ് മോദിയുടെ കുടിശ്ശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,656 കോടി രൂപയാണ്. 545 കോടി രൂപ ബാങ്കുകൾക്ക് തിരിച്ചു പിടിക്കാനായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ആസ്തികൾ കണ്ടെത്തി അത് വിറ്റ് ലേലം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ തുക 545 കോടി രൂപയാണ്. അപ്പം അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമേ നീരവ് മോദിയുടെ കേസിൽ ഗവൺമെൻറ്റിനെ കണ്ടെത്താനായിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ബാങ്കുകൾക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെർലിംഗ് ബയോടെക് ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായിട്ടുള്ള നിതിൻ, ചേതൻ, സന്ദേശര സഹോദരങ്ങൾ ബാങ്കുകളുമായി ഉണ്ടാക്കിയ ഒറ്റത്തവണ തീർപ്പാക്കൽ വ്യവസ്ഥ പ്രകാരം 5,100 കോടി രൂപയുടെ നിക്ഷേപിച്ചാൽ ക്രിമിനൽ നടപടികൾ റദ്ദാക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടികയിൽ പ്രധാനപ്പെട്ട 15 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യത്തെ പേര് വിജയ മല്യയുടെയാണ്. കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20,000-ൽ പരം 22,000 അങ്ങാണ്ട് കോടി രൂപ, എത്രയായിരുന്നു, 22,065 കോടി രൂപയാണ് വിജയ മല്യ കൊടുക്കാനുള്ളത്. അതിൽ ഏകദേശം 14,000-ഓളം കോടി രൂപ ബാങ്കുകൾക്ക് ലഭിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആസ്തികളൊക്കെ വിറ്റ് ഗവൺമെൻറ് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീരവ് മോദി, നിതിൻ ജെ സന്ദേശര, ചേതൻ ജെ സന്ദേശര, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ദീപ്തി സി സന്ദേശര, സ്റ്റെർലിംഗ് ബയോടെക് തട്ടിപ്പ് കേസാണ്. അതെന്താണെന്ന് കൃത്യമായി അറിയില്ല. പിന്നെ സുദർശൻ വെങ്കിട്ടരാമൻ,
രാമാനുജം ശേഷരത്നം സൈലോഗ് സിസ്റ്റംസ് ലിമിറ്റഡിൻ്റെ മുൻ പ്രൊമോട്ടർമാരാണ്. പുഷ്പേഷ് കുമാർ ബൈദ്, ഹിതേഷ് കുമാർ, നരേന്ദ്രഭായ് പട്ടേൽ, ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ട്. ഈ സാമ്പത്തിക കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച 15 പേരുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തെ ആദ്യത്തെ ഇടം പിടിച്ചത് വിജയമല്യാണ്, പിന്നെ നീരവ് മോദിനെ. അവരാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ഇതിന് താഴെയുള്ള എമൗണ്ടിലാണ് കൊടുക്കാനുള്ളത്. പക്ഷേ ഇതെല്ലാം ഇന്ത്യൻ ബാങ്കുകളെ കളിപ്പിച്ചിട്ട് നമ്മുടെ രാജ്യം വിട്ട് ഇവിടുന്ന് മുങ്ങിപ്പോയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരെ ഫുജിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം ആ നിയമം ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 മോഡി ഗവൺമെൻറ് വന്ന് 2 വർഷമായപ്പോഴത്തേക്ക് ഈ ഒരു നിയമം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിലാണ് അവരെയൊക്കെ കൊണ്ടുവന്ന് അവരുടെയൊക്കെ ആസ്തികൾ ഇപ്പോൾ കണ്ടെടുക്കാൻ പറ്റുന്ന ആസ്തികളൊക്കെ കണ്ടെടുക്കുകയും അത് പറ്റുന്ന എമൗണ്ടുകൾ അല്ലെങ്കിൽ തുകകൾ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി തുക ബാക്കി ലഭിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ പക്കൽ നിന്നും ഈ പറഞ്ഞ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യതകൾ ഇനിയും ബാങ്കുകൾക്ക് ലഭിക്കാനുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ വീഡിയോയുടെ ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് നമുക്കിവിടെ തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.